നമസ്കാരം. അന്താരാഷ്ട്ര വനിതാ ദിനവുമായിട്ടുള്ള ഒരു പരിപാടിയിൽ ഞങ്ങൾ കുറേ ആർട്ടിസ്റ്റുകൾ കൂടി ചേർന്നിട്ടുള്ളൊരു പരിപാടി. അതിൽ അവരവർക്ക് ഇഷ്ടമുള്ള തീമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തീമുകളാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. നമ്മൾക്ക് ഇനി ഭാവിയിൽ നമ്മൾക്ക് ഈ ഗതി ആവരുത്, അതായത് ഓക്സിജൻ ഇപ്പോൾ നമ്മൾ വെള്ളത്തിനടക്കം ഇപ്പോൾ നമ്മൾ കുപ്പി വാട്ടർ വാങ്ങിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഭാവിയിൽ ഇതുപോലെ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സിലിണ്ടർ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. ആ ഒരു തീമാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള മൃഗങ്ങളും ഒക്കെ കളിച്ച് നടന്ന് ആ വെള്ളവും കുടിക്കുകയും ഈ ഒരു അന്തരീക്ഷം മാറ്റാതെ നിലനിർത്തിക്കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കരുത് എന്നാണ് ഇതിൻ്റെ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോ തീമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു ചേച്ചി? എൻ്റെ പേര് അഞ്ജു. അപ്പോൾ ചേച്ചിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ തത്തമംഗലത്താണ്. ഞാൻ ഡ്രോയിങ് ക്ലാസ് എടുക്കുന്നുണ്ട്, ഡ്രോയിങ് സ്കൂൾ നടത്തുന്നുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറാണ് 2022. ഓക്കെ, അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ മെയിൻ തീം എന്താണ്? തീം ഞാൻ വന്യജീവികളിൽ സ്നേഹത്തോടെ ഇരിക്കുന്ന അമ്മയും കുഞ്ഞും അങ്ങനെയുള്ള ഒരു തീമാണ് വരച്ചത്. അതിൽ നമ്മൾ ജനങ്ങൾ കാട്ടിലേക്ക് കടന്നു കയറി അവരുടെ സ്ഥാനം നമ്മൾ പിടിച്ചു പറ്റുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഷോക്ക് ഏൽപ്പിക്കുന്ന പോലെയുള്ളതും മരങ്ങൾ മുറിച്ച് വനത്തെ നശിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ മാതൃസ്നേഹത്തെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചു മാത്രം, അമ്മയും കുഞ്ഞുമായിട്ട്. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു ചേച്ചി? അശ്വിനി അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡ്രോയിങ്. എന്താണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം? എന്താണ്? കാട് വനനശീകരണവും വനത്തിൻ്റെ സംരക്ഷണവും കൂടി ഉദ്ദേശിച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ പകുതി നോർമലായിട്ടുള്ള വനം, മറ്റേത് കത്തിക്കരിഞ്ഞിട്ടുള്ള ഒരു വനത്തിൻ്റെ ഒരു അന്തരീക്ഷമായിട്ടാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഈ പെയിൻറ്റിങ്ങിലൂടെ താല്പര്യം. വനത്തെ സംരക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കാരണം കുറേ പ്രോഗ്രാംസൊക്കെ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങാണ്. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് അർച്ചന കൃഷ്ണൻ. അപ്പോൾ ഇന്നത്തെ തീം എന്താണ്? മെയിനായിട്ട് എന്താണ് തീം? ഇത് നമ്മൾ അന്താരാഷ്ട്ര വന ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് തെരുവോര വര ആണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ തന്നെ പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ളവരും പ്രൊഫഷണലായിട്ടുള്ളവരും ആയിട്ടുള്ള കലാകാരന്മാർ ഒത്തുചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് രാവിലെ ശ്രീ അജിത് കുമാർ IPS ജില്ലാ പോലീസ് മേധാവിയാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ വനം സംരക്ഷിക്കേണ്ടതും വന്യജീവികളുടെ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളും മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഇന്നിവിടെ വരയുടെ രൂപത്തിൽ നമുക്കിവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു ചേച്ചി? എൻ്റെ പേര് അജിത അല്ലേ? ഇതാണ് ചേച്ചിൻ്റെ ഡ്രോയിങ്? അതെ. അല്ലേ? ഓക്കെ, എന്താണ് അതിൽ മെയിൻ ലക്ഷ്യം വെക്കുന്നത്? എന്താണ് ഇത് ഫോറസ്റ്റിന്റെ ഒരു റെപ്രസെന്റ് ചെയ്തിട്ട് വരച്ചതാണ്. അതാണ് ഇന്നത്തെ തീം? അതാണ് ഇന്നത്തെ തീം. ദിനാചരണത്തോടനുബന്ധിച്ചിട്ടുള്ള പെയിന്റിംഗ് ആണ്. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? പേര് അനീഷ്. അല്ലേ? വടക്കഞ്ചേരിയാണ്. ഇതാണ് ചേട്ടൻ്റെ ഡ്രോയിങ്? അതെ. ഓക്കെ, അപ്പോൾ എന്താണ് മെയിനായിട്ടുള്ള തീം? എന്താണ് തീം എന്ന് പറയുന്നത് വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. വന ദേവതയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു രീതിയിലുള്ളൊരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരുപാട് പണിയുണ്ട്. പിന്നെ ഇന്നല്ല 21-ാം തീയതി ലോക ദിനമാണ്. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയാണ്. അതിൽ പങ്കെടുക്കാൻ സാഹചര്യം സന്തോഷം. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു ചേട്ടാ? എൻ്റെ പേര് സുനിൽ കുമാർ. സുനിൽ മലമ്പുഴ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ഈ പെയിൻറ്റിങ് മത്സരത്തിന് വളരെ ഉത്സാഹത്തോടു കൂടി വന്നത്. കാരണം ഇന്ന് വനവൽക്കരണം എന്നുള്ളത് ഒരു പ്രധാന സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം വനങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂപ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ധാരാളം മരങ്ങൾ നശിക്കപ്പെടുന്നുണ്ട്, മനുഷ്യനാലും നശിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതീതി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ചിത്രരചന കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ചിത്രകാരന്മാർ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങളെ, മോശമായ സംഭവങ്ങളെയൊക്കെ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ചിത്രത്തിലൂടെ അവൻ്റെ എല്ലാ കഴിവും അതിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും. അതിൽ നിന്നും നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചിത്രരചനയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്.